ഹലോ, വെൽക്കം ടു റൈറ്റ് ടൈം ചാനൽ. അപ്പോൾ ഇന്നാണ് എൻ്റെ ഹെഡ് വാഷ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പോകും. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതാണിപ്പോൾ മുടിയുടെ അവസ്ഥ. 6 ദിവസം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസമായി ഇന്നാണ്. അപ്പോൾ ഹെഡ് വാഷ് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയുടെ അവസ്ഥ കാണാം. ഇപ്പോൾ മുടിയുടെ 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ബ്ലഡ് സ്റ്റെയിനൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊറ്റായിട്ടുള്ള മുടികളൊക്കെ കംപ്ലീറ്റ് മാറുന്നതാണ് ഹെഡ് വാഷ് കഴിയുമ്പോൾ. ഹെഡ് വാഷ് 7 ദിവസം കഴിയുമ്പോഴാണ് ഹെഡ് വാഷ് ചെയ്യുന്നത്. ഇതുവരെ റെസ്റ്റായിരുന്നു. 7 ദിവസം നല്ല റെസ്റ്റായിരുന്നു. മറ്റുള്ള നമുക്ക് കട്ടിപ്പണികളും വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഫുൾ റെസ്റ്റ് ആയിരിക്കണം. ലൈറ്റായിട്ട് ഫുഡും മറ്റുള്ള ഡയറ്റുമാണ് കാര്യങ്ങളൊക്കെ. എൻ്റെ രീതിയിൽ പ്രത്യേകിച്ച് ഡയറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നോട് ഡോക്ടർ അതിനെക്കുറിച്ചും സൂചിപ്പിച്ചില്ല. ഓരോ ക്ലിനിക്കിൽ നിന്ന് ഓരോ ഇൻഫർമേഷനാണ് കിട്ടുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കാര്യത്തിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട, കട്ടിയുള്ള ഫുഡൊന്നും കഴിക്കേണ്ട, വേറെ എല്ലാം കഴിക്കാം. ചായ, ചിലവരുടെയൊക്കെ പറയുന്നുണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. നോൺ വെജ് കഴിക്കാമെന്ന് പറഞ്ഞു. കട്ടിയുള്ള ഒരു ആഹാരവും കഴിക്കേണ്ട, നോർമലായിട്ടുള്ള കടിച്ചാൽ പൊട്ടുന്ന എന്ത് വേണോ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. വേറെ പ്രശ്നമൊന്നും എനിക്കുണ്ടായിട്ട് തോന്നിയിട്ടില്ല. നല്ല 7 ദിവസം കഴിഞ്ഞു. 7ൻ്റെ അന്നാണ് ഇന്നാണ് ഹെഡ് വാഷ്. അപ്പോൾ ട്രിവാൻഡ്രം പോവുകയാണ് ഹെഡ് വാഷ്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം പോയിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഹെഡ് വാഷ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ തലയുടെ സെറ്റ് ചെയ്ത് കാണാമല്ലോ നിങ്ങൾക്ക്. കാരണം ഇതിന് മുമ്പ് ഉള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇതാണ് ഇതിന് മുമ്പ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഇപ്പോൾ ഇത് ഹെഡ് വാഷ് കഴിഞ്ഞിട്ട് ശേഷമുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേയൊക്കെ പൊറ്റകൾ കംപ്ലീറ്റ് ആയിട്ട് പോയി വരുന്നുണ്ട്. കാരണം 60% പൊറ്റകൾ മൊത്തമായിട്ട് പോയിട്ടുണ്ട്. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഷാമ്പു ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ തലയിൽ സ്ക്രബ് ചെയ്യണമുണ്ടായത്. സ്ക്രബ് ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഇരിക്കുന്ന ഈ പുരിക എന്ന് പറഞ്ഞാൽ പൊറ്റ കണക്കുള്ള സാധനം ഇത് നമ്മുടെ തലയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇത് മൊത്തമായിട്ട് അങ്ങനെ പോയിട്ട് ഒരു 60% പോയിട്ടുണ്ട്. ഇനി ഒരുപാട് പോകാണ്ട്. അതിനി ഒരു 2-3 ദിവസം കൂടെ നമ്മൾ ഇതേ കണക്ക് നമ്മൾ ചെയ്യണം. നമ്മളൊരു കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ബേബി ഷാമ്പു ഡൈല്യൂട്ട് ചെയ്ത ശേഷം പയ്യെ മസാജ് ഇതുപോലെ മസാജ് ചെയ്ത ശേഷം പയ്യെ നമ്മൾ കഴുകിക്കളയാം. പിന്നെ ഇത് ഡെയിലി ഇത് ചെയ്യും തോറും നല്ല വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ ഒരു 3-4 ദിവസം കൂടെ ഇനി ചെയ്യാറുണ്ട്. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം മാറി മുടിയുടെ ഇത് നിങ്ങൾക്ക് നേരത്തതും ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം പിന്നെ ഷെഡിങ് ആരംഭിക്കുക. ഇത് കംപ്ലീറ്റ് വെച്ച മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകും. അതിനുശേഷമാണ് റൂട്ടിൽ നിന്ന് വീണ്ടും മുടി കിളിച്ച് വരുന്നത്. ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റിസൾട്ട് കിട്ടും. ഈ വെച്ച മുടിയെല്ലാം പോയ ശേഷം പിന്നെ പുതുതായിട്ട് മുളച്ചു വരികയാണ് ചെയ്യുന്നത് റൂട്ടായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മരുന്നിനെ കുറിച്ചിട്ടാണ്. മരുന്നിനെ കുറിച്ച് പറയാമെന്ന് പറയാം. മരുന്നെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മരുന്ന്. ഹെയർ ഫാക്ട് എന്ന് പറഞ്ഞിട്ട് ഹെയർ ഹെൽത്ത് ഗ്രോത്ത് ഫോർമുലയാണ് 100%. അത് കഴിക്കേണ്ട വിധമാണ്. ഇപ്പോൾ മൺഡേ കഴിക്കേണ്ടത്, തേഴ്സ്ഡേ ഈ 2 ഗുളികകൾ. അതിന് ഓരോന്നിൻ്റെ രീതിയിൽ അവർ എഴുതിയിട്ടുണ്ട്. തേഴ്സ്ഡേ 2 ഗുളിക, അതുപോലെ കഴിക്കേണ്ടത് വെനസ്ഡേ സാറ്റർഡേയും കഴിക്കേണ്ട ഗുളികകൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ സൺഡേ ഒരൊറ്റ ഗുളികയുള്ളൂ, അത് കഴിക്കണം. ഇത് നമ്മൾ 6 മാസം കണ്ടിന്യൂ ചെയ്യണ മരുന്ന്. 6 മാസം. പിന്നെ നമുക്ക് വരുന്ന മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡിപ്രോബൈറ്റിൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ലോഷനാണ്. ഇത് രാത്രി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം. ഇത് കഴിഞ്ഞ ശേഷം ഈ പൊറ്റ കംപ്ലീറ്റ് മാറിയ ശേഷം ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ പൊറ്റ കംപ്ലീറ്റ് മാറും. വെറും ഈ കാണുന്ന ഈ പൊറ്റ കംപ്ലീറ്റ് മാറിയ ശേഷം അതിനുശേഷം നമ്മൾ നൈറ്റ് ഇത് അടിച്ചിട്ട് ഈ ലോഷൻ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴിക്കളഞ്ഞാൽ മതിയാവും. ഈ മരുന്ന് വന്നിട്ട് 1238 രൂപയാണ് പ്രൈസ് വരുന്നത്. 1 മാസത്തെ മരുന്ന്. ഇത് നമുക്കൊരു 6 മാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഈ ഒരു മരുന്ന് 6 മാസം കണ്ടിന്യൂ ചെയ്യേണ്ട മരുന്നാണ്. 1238 രൂപയാണ് 1 മാസത്തെ ചിലവ് വരുന്നത്. അതുപോലെ ഈ സ്പ്രേ ഇത് നമുക്ക് 200 രൂപ വില വരുന്നുള്ളൂ. ഈ സ്പ്രേ 3 മാസം കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. കുറച്ച് നാൾ തീരും വരെ ഉപയോഗിച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഈ സ്പ്രേ പിന്നെ ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ മിനോക്സിഡിലുണ്ട്. മിനോക്സിഡിൽ ഇപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഒരു 21 ദിവസം കഴിഞ്ഞിട്ടാണ് മിനോക്സിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മിനോക്സിഡിൽ നമ്മൾ യൂസ് ചെയ്യണം. എനിക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മിനോക്സിലാണ് ഡോക്ടർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെഡ് വാഷ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള മരുന്നിലേക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഡേ ബൈ ഡേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി 17-ാം തീയതി എനിക്ക് രണ്ടാമത്തെ PRP വരുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ PRP ചെയ്യാൻ പോകുമ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. സൈനിങ് ഔട്ട്.